വാട്സപ്പിലൂടെ ഒരുപാട് വീഡിയോസ് നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളും വാട്സപ്പിലൂടെ ഒരുപാട് വീഡിയോസ് ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്സപ്പിൽ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടിപ്സ് ആണ്. മൈ നെയിം ഈസ് സിബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലിൻ്റെ ഐക്കൺ ഇനേബിൾ ചെയ്യുക. എങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിൽ സീരിയസ് ആയിട്ട് വീഡിയോ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു കേസ് സ്റ്റഡി തന്നെ എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്ന ഇതാണ്. അവർക്ക് വാട്സപ്പിൽ വീഡിയോ നല്ല ഹൈ തമ്പനെയിലിൽ കാണണം. നോർമൽ കേസിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം തമ്പനെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ വാട്സപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം തമ്പനെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ പല വീഡിയോകളും വാട്സപ്പിൽ നമുക്ക് വരുമ്പോൾ ഇതെന്താണ് ഇതിനുള്ളിലെ കണ്ടന്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല. ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രണ്ട് വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും. രണ്ട് വീഡിയോയും സെയിം കണ്ടന്റ് തന്നെയാണ്. ആദ്യത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയും ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഇതിൽ കണ്ടന്റ് എല്ലാം സെയിം ആണ്. എന്നാൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ വീഡിയോ വെറും പ്ലെയിൻ ഇമേജ് ആണ് കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ വീഡിയോ ആ സെയിം കണ്ടന്റ് തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കസ്റ്റം തമ്പനെയിലായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാട്സപ്പിൽ അവൈലബിൾ അല്ല. എന്നാൽ വാട്സപ്പ് ഇത് ഇമേജ് ആയിട്ട് ഡിസ്പ്ലേ ആകുന്നത് നമ്മളുടെ വീഡിയോയുടെ ഫസ്റ്റ് 1-2 സെക്കൻഡുള്ള ഫ്രെയിമുകളായിരിക്കും ഇമേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈം ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഒരു 3 സെക്കൻഡ് നമ്മൾ എന്താണോ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമേജിൻ്റെ അറ്റൻഷൻ കൊണ്ട് തന്നെയൊക്കെയോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കസ്റ്റം തമ്പനെയിൽ ഇമേജ് ആയിട്ട് ഇത് വർക്ക് ആവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ട് വരുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2-3 സെക്കൻഡ്സിൽ എന്തെങ്കിലും ടെക്സ്റ്റുകളായിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പോൾ വാട്സപ്പിൽ സ്വാഭാവികമായിട്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ അതായിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ 3 സെക്കൻഡ്സ് എന്തെങ്കിലും ഒരു ഇമേജ് ആണ് ആഡ് ഓൺ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു തംബ്നെയിലായിട്ട് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതാണ്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പല സുഹൃത്തുക്കൾക്കും അറിയാൻ സാധിക്കും. അവർ എങ്ങനെയെങ്കിലും ഈ വീഡിയോ പ്രൊമോട്ട് ആയാൽ മതി എന്നുള്ള രൂപത്തിലായിരിക്കും അവർ വാട്സപ്പിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വെറും ബ്ലാങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും സ്പേസ് ആയിരിക്കും അതിൻ്റെ അകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. സീരിയസ് ആയിട്ട് വാട്സപ്പിൽ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 3 സെക്കൻഡ്സ് ഏതെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജോ ടെക്സ്റ്റോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് ആ വീഡിയോ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് സഹായകരമാകും. അത് മാത്രമല്ല നമ്മൾ മൊബൈലിൻ്റെ ലൈബ്രറികളിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഏത് വീഡിയോ ആണ് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തത് അത് നമുക്കൊരു പക്ഷേ ഓരോ വീഡിയോയും 1 by 1 ആയിട്ട് പ്ലേ ചെയ്ത് നോക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ വീഡിയോ നമുക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്സാണ്. വീഡിയോ സീരീസ് ആയിട്ട് വാട്സപ്പിൽ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ എന്നെ സഹായിക്കുക. പുതിയ ടെക്നോളജി സംബന്ധമായിട്ടുള്ള അറിവുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻ റിവ്യൂ, ഇതുപോലെയുള്ള ചെറിയ ടിപ്സൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.